സൗദി അറേബ്യയുടെ ജിസാനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഓയിൽ റിഫൈനറിയിൽ ആക്രമണം നടന്നിരിക്കുകയാണ്. അറാംകോയുടെ ഈ റിഫൈനറി സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ എണ്ണ ശുദ്ധീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. എന്നാൽ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. അറാംകോയുടെ ജിസാനിലുള്ള ഈ റിഫൈനറിയിൽ മാത്രം ഹൂത്തികൾ മൂന്നാമത്തെ ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഈ റിഫൈനറിയിൽ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളുടെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പോർട്ടുകളിലൂടെ അത് ഇമ്പോർട്ട് എക്സ്പോർട്ടുകൾക്കെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. യമനിലെ ഹൂത്തികളുടെ ഒരേ ഒരു ആവശ്യമെന്ന് പറയുന്നത് സൗദി അറേബ്യ യമനിന്റെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അത് പൂർണ്ണമായും പിൻവലിക്കുന്നതുവരെ ഞങ്ങളുടെ ഉപരോധം സൗദി അറേബ്യക്കെതിരെ ഉണ്ടാകും, ഞങ്ങൾ കപ്പലുകൾ ആക്രമിക്കും. സൗദി അറേബ്യയുടെ പല കപ്പലുകളും സൗദി അറേബ്യയുടെ പോർട്ടിൽ വെച്ച് തന്നെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കപ്പലുകൾ റെഡ് സീ വഴി സൗദി അറേബ്യയുടെ സീ പോർട്ടിലേക്ക് കടന്നു വരാൻ തയ്യാറാവുന്നില്ല. കാരണം ഈ കപ്പലുകൾക്ക് അപകടം സംഭവിച്ചാൽ ഇൻഷൂർ കമ്പനികൾ പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൗദി അറേബ്യക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാനുമായിട്ടുണ്ടായ ഈ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റുകൾ മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ലോകം തന്നെ ഇതിന്റെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.